വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ വംശാവലി. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിന്റെയും സെറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോന്റെയും ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെയും അമിനാദാബ് നഹ്ശോന്റെയും നഹ്ശോൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിന്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെയും റഹോബോവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിന്റെയും യോസഫാത്ത് യോറാമിന്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോദാമിന്റെയും യോദാം ആഹാസിന്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിന്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേലിന്റെയും സലാത്തിയേൽ സൊറോബാബേലിന്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിന്റെയും അബിയൂദ് എലിയാക്കിമിന്റെയും എലിയാക്കിം അസോറിന്റെയും അസോർ സാദോക്കിന്റെയും സാദോക്ക് അക്കീമിന്റെയും അക്കീം എലിയൂദിന്റെയും എലിയൂദ് എലയാസറിന്റെയും എലയാസർ മദാന്റെയും മദാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. യേശു ക്രിസ്തുവിന്റെ ചരിത്രപരമായ ആധികാരികത. വിശുദ്ധ മത്തായി യേശുക്രിസ്തുവിന്റെ സുവിശേഷ രചനയ്ക്ക് മുന്നോട്ട് വന്നത് തന്നെ യേശുക്രിസ്തു യഹൂദ സംസ്കാരം അനുസരിച്ച് നൽകപ്പെടുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ സംബന്ധിച്ചുള്ള സൂചനകളുടെ പൂർത്തീകരണമായിട്ടുള്ള വ്യക്തിയാണ് എന്ന് യഹൂദരിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവ മക്കളായി തീർന്നിട്ടുള്ള വിശ്വാസികളെ ധരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷ രചന ആരംഭിക്കുന്നത് തന്നെ യേശുക്രിസ്തു ആധികാരികമായിട്ടുള്ള യഹൂദ പാരമ്പര്യത്തിന്റെ പിൻബലത്തോടു കൂടിയുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലാണ് യേശുക്രിസ്തുവിനെ മത്തായി അവതരിപ്പിക്കുന്നത്. യഹൂദ വിശ്വാസമനുസരിച്ചും ക്രൈസ്തവ വിശ്വാസമനുസരിച്ചും പൂർവപിതാവായിട്ട്
അംഗീകരിക്കപ്പെടുന്ന അബ്രാഹം വരെ എത്തി നിൽക്കുന്ന തലമുറകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന വ്യക്തിയാണ് യേശു എന്ന് എടുത്തു പറയുന്നു. ആരംഭത്തിൽ തന്നെ മത്തായി വ്യക്തമാക്കുകയാണ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അബ്രാഹത്തെയും എല്ലാവരും ബഹുമാനിക്കുന്ന ദാവീദിനെയും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇവര് രണ്ടുപേരുടെയും പൗത്രനായിട്ട് വരും യേശുക്രിസ്തു എന്ന രീതിയിലാണ് മത്തായി തന്റെ സുവിശേഷ രചന ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ 42 നീണ്ട പിൻതലമുറകളുടെ അവകാശം യേശുക്രിസ്തുവിനെ ഉള്ളതാണെന്നും അവ കണ്ണിതെറ്റാതെ 42 തലമുറകളെ എണ്ണി പറയാൻ മത്തായി ഇത്രയേറെ ശ്രദ്ധ പുലർത്തുന്നതിന്റെ കാര്യം യേശുക്രിസ്തു ആധികാരികമായിട്ട് ദൈവത്താൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് പിറന്നിരിക്കുന്ന ദൈവപുത്രനാണ് എന്ന് വിശ്വാസികളെ ധരിപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയുടെ വിവരണത്തോടുകൂടെ താൻ ജനങ്ങൾക്കായിട്ട് നൽകുന്ന യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് കൂടുതൽ ഉചിതമായിരിക്കും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം മത്തായി ഇങ്ങനെ വംശാവലികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എന്ന് നാം കരുതണം.